വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഹോരേബ് മലയിൽ വെച്ച് കർത്താവ് ഇസ്രായേൽ ജനത്തോട് അഭിമുഖമായി സംസാരിച്ച് 10 കൽപ്പനകൾ നൽകി ഉടമ്പടി ചെയ്തത് മോശ അവരെ ഓർമ്മിപ്പിച്ചു. മലയിൽ വെച്ച് അഗ്നിയുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് അവിടുന്ന് നിങ്ങൾക്ക് അഭിമുഖമായി സംസാരിച്ചു. ഞാനപ്പോൾ കർത്താവിൻ്റെയും നിങ്ങളുടെയും മധ്യേ അവിടുത്തെ വാക്കുകൾ നിങ്ങളെ അറിയിക്കാൻ നിൽക്കുകയായിരുന്നു. എന്തെന്നാൽ അഗ്നി നിമിത്തം നിങ്ങൾ ഭയപ്പെട്ട് മലയിലേക്ക് കയറിപ്പോയില്ല. നിയമാവർത്തനം 5-ാം അധ്യായം 4-5 തിരുവചനങ്ങൾ. ഇസ്രായേൽ ജനതയുടെ വരും തലമുറ 10 പ്രമാണങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോൾ എന്തു പറയണമെന്ന് കൂടി മോശ അവരോട് വിശദീകരിക്കുന്നു. നമ്മുടെ ദൈവമായ കർത്താവിനെ ഭയപ്പെടാനും അങ്ങനെ നമുക്കെന്നും നന്മയുണ്ടാകാനും ഇന്നത്തെ പോലെ നാം ജീവിച്ചിരിക്കാനും വേണ്ടി അനുസരിക്കണമെന്ന് കർത്താവ് കൽപ്പിച്ച ചട്ടങ്ങളാണിവ. നമ്മുടെ ദൈവമായ കർത്താവ് കൽപ്പിച്ചിട്ടുള്ളതുപോലെ അവിടുത്തെ മുൻപാകെ ഈ കൽപ്പനകളെല്ലാം ശ്രദ്ധാപൂർവം പാലിച്ചാൽ നാം നീതിയുള്ളവരായിരിക്കും. നിയമാവർത്തനം 6-ാം അധ്യായം 24-25 തിരുവചനങ്ങൾ. ഇസ്രായേൽ ജനത കൈവശമാക്കാൻ പോകുന്ന ദേശത്തേക്ക് പോകുന്ന വഴിയിൽ അവർക്കെതിരെ വരാവുന്ന ഹിത്യർ, ഗിർഗാഷ്യർ, അമോര്യർ, കനാന്യർ, പെരീസ്യർ, ഹിവ്യർ, ജബൂസിയർ എന്നീ 7 ജനതകളെ ഓടിക്കുകയും അവരെ പരാജയപ്പെടുത്തുകയും നിശേഷം നശിപ്പിക്കുകയും ചെയ്യണം. അവരുമായി ഒരു ഉടമ്പടി ഉണ്ടാക്കുകയോ അവരോട് കരുണ കാണിക്കുകയോ അരുത് എന്നും മോശ അവരെ പഠിപ്പിച്ചു. എന്തെന്നാൽ ഇസ്രായേൽ ജനതയുടെ വരും തലമുറകളെ കർത്താവിൽ നിന്നും അകറ്റി മറ്റ് ദൈവങ്ങളെ സേവിക്കാനായി ശ്രമിക്കുമെന്ന് അവർക്ക് മുന്നറിയിപ്പ് നൽകി. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ദാനങ്ങളും ഫലങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.